ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഫോറിൻ ലാൻഡ്സ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. നോക്കാം. ഡു യു റിമെമ്പർ യുവർ എക്സ്പീരിയൻസ് വെൻ യു ലുക്ക്ഡ് ഔട്ട് ഓഫ് യുവർ ഹോം ടു സീ ദ സൈറ്റ് ഔട്ട്സൈഡ്? പുറത്തെ കാഴ്ചകൾ കാണാൻ വീടിന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ടായ അനുഭവം ഓർക്കുന്നുണ്ടോ? ഹിയർ ഇസ് എ പോയം അബൌട്ട് എ ചൈൽഡ് ഹു ട്രൈഡ് ടു ലുക്ക് ഔട്ട്. പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ച ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഒരു കവിതയാണിത്. നോക്കാം. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയതാണ് ഈ പോയം. Up unto the cherry tree, who should climb but little me? I held the trunk with both my hand and looked abroad on foreign lands. I saw the nested or garden lie, adorned with flowers before my eye, and many pleasant places more that I had never seen before. I saw the dimly river pass, and the sky's blues looking glass, the dusty road go up and down, with people tramping into town. If I could find a higher tree, further and further I should see, to where the grown-up rivers slip into the sea among the ships, to where the road on either hand lead onwards to fairyland. Here all the children dine at 5, and all the playthings come alive. നോക്കാം. Up unto the cherry tree, who should climb but little me? I held the trunk with both my hand and looked abroad on foreign lands. ഒരു കുട്ടി ആ ചെറിമരത്തിലേക്ക് കയറുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? നോക്കുക. ആ കുട്ടി മരത്തെ പിടിച്ച് ആ ചെറിമരത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ എന്താണ്, ആ കുട്ടി ചെറിമരത്തിലേക്ക് ഉയരത്തിൽ കയറി ആ കുട്ടി വിദേശത്തേക്ക് നോക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൂരത്തേക്ക് നോക്കി എന്നാണ്. ഐ സോ ദ നെസ്റ്റഡ് ഓർ ഗാർഡൻ ലൈ. അപ്പോൾ ആ കുട്ടി കാണുന്നത് തൊട്ടപ്പുറത്തെ പൂക്കളാൽ അലങ്കരിച്ച പൂന്തോട്ടം എൻ്റെ മുൻപിൽ കിടക്കുന്നു. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിരവധി മനോഹരമായ സ്ഥലങ്ങൾ ആ കുട്ടി കാണുന്നു. ഐ സോ ദ ഡിംലി റിവർ പാസ് ആൻഡ് ദ സ്കൈസ് ബ്ലൂസ് ലുക്കിംഗ് ഗ്ലാസ്, ദ ഡസ്റ്റി റോഡ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രംപിങ് ഇൻ ടു ടൗൺ. അപ്പോൾ ആ കുട്ടി അടുത്തത്, ഒരു നദി സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു, നീലക്കണ്ണാടി പോലെ മനോഹരമായി. പിന്നെ അതിലൂടെ ആളുകൾ പൊടി പിടിച്ച റോഡിലൂടെ ആളുകൾ ചവിട്ടി മിതച്ച് പോകുന്നു എന്ന് പറയുന്നു. ഇനി അടുത്തത്, If I could find a higher tree, further and further I should see, to where the grown-up river slip into the among the ships. ഇനിയും ഇതിലും വലിയ ഒരു മരം, ഉയരമുള്ള ഒരു വൃക്ഷം എനിക്ക് കണ്ടെത്താനായാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ദൂരെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് കുട്ടി കരുതുന്നു അല്ലേ? നദി, ചെറിയ നദി കടലിലേക്ക് എത്തിച്ചേരുന്നിടത്ത്, പിന്നെ അതിലെ ഷിപ്പ്, വലിയ നദിയെയും പിന്നെ വലിയ നദിയിലൂടെ പോകുന്ന ഷിപ്പിനെയും തനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത്. ടു വേർ ദ റോഡ് ഐദർ ഹാൻഡ് lead onwards to fairyland. There all the children dine at 5, and all the playthings come alive. ഇനി ആ കുട്ടീൻ്റെ ഒരു ഇമാജിനേഷനാണ് പറയുന്നത്. ഇരുവശത്തുമുള്ള റോഡ് ഫെയറി ലാൻഡിലേക്ക് നയിക്കുന്നിടത്തേക്ക് 5 മണിക്ക് എല്ലാ കുട്ടികളും ഭക്ഷണം കഴിക്കണം, പിന്നെ എല്ലാ കളിപ്പാട്ടങ്ങളും ജീവനുള്ളതാവണം എന്നൊക്കെ ആ കുട്ടി ഇമാജിൻ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നു. അത്രയാണ് കവിത. ഇനി കുറച്ച് മീനിങ് തന്നിട്ടുണ്ട്. ഡൈൻ എന്ന് പറഞ്ഞാൽ ഈറ്റ്, ഡംപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഡംപ്ലിംഗ് എന്ന് പറഞ്ഞാൽ റൺ ഇൻ ടു ദ ലോവർ സർഫൈസ്, ഫെറി ലാൻഡ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഇമാജിനറി പ്ലേസ്, സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് സ്മൂത്ത്ലി, ട്രാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ഓർ വണ്ടറിങ് ഓൺ ഫുട്ട്, അഡോൺ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഫോർ അട്രാക്റ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ പറയുന്നത്? വാട്ട് ഡസ് ദ പോയം മീൻ ബൈ ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്? വിദേശത്തേക്ക് നോക്കി എന്നതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? കുട്ടി പരിചിതമോ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കി എന്നാണ് കവി അർത്ഥമാക്കുന്നത്. വാട്ട് വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസ് നെവർ ബീൻ സീ ബിഫോർ? കുട്ടി മുമ്പ് കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ എങ്ങനെയാണ് കുട്ടിയെ കാണാൻ കഴിഞ്ഞത്? ആ കുട്ടി ചെറിമരത്തിൽ കയറിയപ്പോൾ. വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? കുട്ടി മരത്തിൽ നിന്ന് എന്താണ് കണ്ടത്? അത് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? പൂക്കളാൽ
പൂന്തോട്ടം കണ്ടു, പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ സ്ഥലങ്ങൾ കണ്ടു അല്ലേ, ആകാശത്തെ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടി പോലെ പ്രത്യക്ഷപ്പെട്ട നദി കണ്ടു അല്ലേ, ടൗണിലേക്ക് പോകുന്നവരെ കണ്ടു, പിന്നെ എന്താണ് പൊടി പിടിച്ച റോഡുകൾ കണ്ടു അല്ലേ, ഒക്കെ കണ്ടു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ റിവർ സ്കൈസ് ബ്ലൂസ് ലുക്കിംഗ് ഗ്ലാസ്? നദി ആകാശത്തിൻ്റെ കണ്ണാടിയാണെന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? ആ നദിയെ നമ്മൾ എന്താണ് ഈ നദി അതിൻ്റെ മുകളിലുള്ള നീലാകാശത്തെ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് കവി വിവരിക്കുന്നത്. എന്താ, അത് കണ്ണാടി പോലുള്ള ഒരു പ്രഭാവം സൃഷ്ടിക്കുന്നു അല്ലേ, അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ. ഇനി 5ാമത്തത്, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ഗ്രോൺ അപ്പ് റിവർ? വളർന്ന നദി എന്നതുകൊണ്ട് കവി എന്താ ഉദ്ദേശിക്കുന്നത്? അതവിടെ തന്നിട്ടുണ്ട്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വുഡ് യു ചൈൽഡ് ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ്? എന്താണ്, കുട്ടിക്ക് കടലും കപ്പലും എങ്ങനെ കാണാൻ കഴിയും? ഉയരമുള്ള മരത്തിൽ കയറിയാലേ അല്ലേ, അതെങ്ങനെയാണെന്നുള്ള അവിടെ തന്നിട്ടുണ്ട്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ചൈൽഡ് എക്സെപ്റ്റ് ഫൈൻഡ് ദ ഫെയറി ലാൻഡ്? ഫെയറി ലാൻഡിൽ കുട്ടി എന്താണ് പ്രതീക്ഷിക്കുന്നത്? 5 മണിക്ക് എല്ലാ കുട്ടികളും ഭക്ഷണം കഴിക്കണം, പിന്നെ എന്താണ്, തൻ്റെ പാവകളൊക്കെ ജീവനുള്ളതാവണം എന്നൊക്കെയാണ് ആ കുട്ടി, വെറും ഇമാജിനേഷനാണ് അല്ലേ, ആ കുട്ടി സങ്കല്പിക്കുകയാണ്. വെൻ ഡു ദ പ്ലേ തിങ്സ് കം അലൈവ്? എന്താണ്, എപ്പോഴാണ് കളിവസ്തുക്കൾ എന്താണ് ജീവനുള്ളവയാകുന്നത്? അതുതന്നെ. പിന്നെ അടുത്തത് ഇനി ആക്ടിവിറ്റീസ് നോക്കാം. ദ ചൈൽഡ് എൻജോയ് ദ സൈറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ, ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീ. കുട്ടി മരത്തിന് മുകളിൽ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ. അതിൽ ബി ക്വസ്റ്റ്യൻ തന്നത്, have you ever tried to look out into the street from the tree or top of the building? If you have, what did you see? If have not, what do you expect? എന്താണ്, നിങ്ങൾ ഒരു എപ്പോഴെങ്കിലും ഒരു മരത്തിനോ ഒരു കെട്ടിടത്തിന് മുകളിലോ തെരുവിലോ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കണ്ടത്? ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കാണാൻ പ്രതീക്ഷിക്കുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ട കാര്യം എഴുതാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം എഴുതാം. ഓക്കെ, അതവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ആക്ടിവിറ്റിയുടെ റൈമിംഗ് വേർഡ്സ് ആണ്. റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ, റൈമിംഗ് മീൻസ് ടു റിപ്പീറ്റേഷൻ ഓഫ് ദി സെയിം സൗണ്ട് ഓഫ് ദ എൻഡ് ഓഫ് ദി ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ എ പോയം അല്ലേ. അപ്പം റൈമിംഗ് വേർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കവിതയിലെ വ്യത്യസ്ത വരികളുടെ അവസാനത്തിൽ ഒരേ ശബ്ദം ആവർത്തിക്കുന്നതിനെയാണ് നമ്മൾ അറിയുക റൈമിംഗ് വേർഡ്സ് നോക്കുക. ഇതിലുള്ള റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? ചെറി ട്രീ അല്ലേ, അപ്പ് ആൻഡ് ടു ദ ചെറി ട്രീ, എന്താണ് ലിറ്റിൽ മീ, അപ്പം ട്രീ മീ, ഓക്കെ, അത് ഏന്ന് കൊടുക്കാം. ഈ രണ്ടാമത്തെ എന്താ കൊടുക്കുക നമുക്ക്? ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. അപ്പോൾ ഹാൻഡ്സ് ലാൻഡ്സ്, അപ്പോൾ അതെന്താണ് ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സി കൊടുക്കണമെങ്കിൽ ഏതാ കൊടുക്കുക? ദ ഗാർഡൻ, ഓക്കെ, ഐ സോ ദ നെസ്റ്റ് ഡോർ ഗാർഡൻ ലൈ അറൗണ്ട് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐസ്. എന്താണ് ഐസ്, അപ്പോൾ അതിന് സി കൊടുക്കാം. അങ്ങനെ പാസ് ഗ്ലാസ്, അതിന് ഡി കൊടുക്കുക. അങ്ങനെ റൈമിംഗ് വേർഡ്സ്. ഓക്കെ, മനസ്സിലായല്ലോ? റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരേ പ്രൊനൗൺസിയേഷൻ വരുന്ന എൻഡിങ്ങിൽ. ഓക്കെ, ഇനി അടുത്തത് അസോണൻസ് ആണ്. അടുത്തത് അതവിടെ തന്നിട്ടുണ്ട്. ഇനി അസോണൻസ്, ഫൈൻഡ് ഔട്ട് ദ എക്സാമ്പിൾ ഫോർ അസോണൻസ്. അസോണൻസ് എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻസ് ഓഫ് വവൽ സൗണ്ട് ഇൻ ദ ലൈൻ ഈസ് കോൾഡ് അസോണൻസ്. ഇറ്റ് ഈസ് ഓൾസോ ബി നോൺ ആസ് വവൽ റൈം. ഓക്കെ, എന്താണ് ഒരേ വരിയിൽ സ്വരാക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതിനെയാണ് അസോണൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതവിടെ തന്നിട്ടുണ്ട്, എഴുതാം. പിന്നെ ഇത്രയാണ് ആക്ടിവിറ്റീസ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.